ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ഡിലേ ആയിപ്പോയൊരു വ്ളോഗാണിത്. UAE നാഷണൽ ഡേന് നമ്മൾ പുറത്ത് പോയൊരു വ്ളോഗാണിത്. പിന്നെ ഇടണോ എന്നുള്ള ഒരു കൺഫ്യൂഷനേനും നമ്മൾ പോയ സ്ഥലമെല്ലാം ഫ്രീ ആയിട്ടാണ് കേട്ടോ കണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഷാർജ കാർ മ്യൂസിയത്തിലാണ് പോയത്, അതായത് ക്ലാസിക് കാർ മ്യൂസിയം. അടിപൊളി സ്പോട്ടാണ് കേട്ടോ, നമ്മൾ പോയിട്ടേ ഇല്ല. നാഷണൽ ഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ളത്. എല്ലാത്ത ദിവസം 10 ദിറംസ് ആണ്. ഡിസംബർ 1, 2 ഫ്രീ എൻട്രി ഉള്ളത്. നമ്മൾ 2-ാം തീയതിയാണ് പോയിട്ടുള്ളത്. ഞാനിവിടെ ടോട്ടൽ ഒരു 10-12 വർഷമായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് നാഷണൽ ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഫ്രീ ആയിട്ടെല്ലാം പോകുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റ ഇപ്പോൾ ഉപയോഗിക്കൽ തുടങ്ങിയതിന് ശേഷം അതിൽ ഓഫേഴ്സ് എല്ലാം ഓരോരുത്തർ ഇടുന്നതാണ്. അങ്ങനെയാണ് ഇങ്ങോട്ടെല്ലാം വന്നിട്ടുള്ളത്. അങ്ങനെ 2 സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഇന്ന് വരുന്നത്, ഇവിടെയും പിന്നെ അടുത്തത് അക്വേറിയത്തിലാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. പോകാൻ പറ്റുമോ എന്നറിയില്ല. കണ്ട ഈ ഒരു കാറ് കണ്ട, ഇത് ഹോസ്പിറ്റൽ കാറാണ്. ഇത് ഞാൻ ഷോർട്സ് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുള്ളത്. മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ എല്ലാം കളറാണ്. നല്ലൊരു റെഡ് കളറാണ്, ഷൈനിങ് ഉള്ള കളറാണ്. നല്ല സൗകര്യത്തിലാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ആംബുലൻസിൻ്റെ പഴയ മോഡലാന്ന് തോന്നുന്നു, കാരണം ഹോസ്പിറ്റൽ ചിഹ്നം കാണുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഒരു മൾട്ടി കളറാണ്. ഇപ്പോഴത്തെ വണ്ടിക്കെല്ലാം ഒരു സ്റ്റാൻഡേർഡ് കളറാണ്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, അതുപോലെ തന്നെ കുറച്ച് കളറേ ഉള്ളൂ. പക്ഷേ പണ്ടത്തെ വണ്ടികൾക്ക് അധികം റെസ്ട്രിക്ഷനൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വണ്ടീൻ്റെ ബാക്ക് കണ്ട ഒരു ടയറെല്ലാം വെച്ചിട്ട് ഇതുവരെ കാണാത്തൊരു മോഡലും അതുപോലത്തെ നമ്പറും 910. ഇതെല്ലാം പണ്ടത്തെ VIPസിൻ്റെ വണ്ടിയായിരിക്കും. പിന്നെ വേറൊന്നും എൻ്റെ കണപ്പെട്ടത് ഈ ഒരു ബൈക്കാണ്. എന്ത് മോഡലാണെന്നറിയോ, അതുപോലെ തന്നെ ഈ ഒരു കളറും ബ്ലാക്കും ഒരു ഗോൾഡും മിക്സ് ആയിട്ടുള്ളത്, ഗോൾഡാണെന്നറിയില്ല, മിക്സ് ആയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ലുക്ക് കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ വണ്ടീൻ്റെ എല്ലാം ഉള്ളിലത്തെ സെറ്റിങ്സും വെറൈറ്റി ആയിട്ട് തന്നെയാണുള്ളത്. ഇവിടുത്തെ ഓരോ വണ്ടികൾ കണ്ടിട്ട് മക്കൾ വണ്ടറടിച്ചിട്ടുള്ളത്. കാരണം കളറ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ മോഡലും. എന്നിട്ട് പറയുന്നുണ്ട് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം, ഓരോന്ന് പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് ഇത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു കാറ് കാണും പോലെയല്ല അടുത്ത കാറ് കാണുന്നത്. കാരണം എല്ലാം മാറ്റമുണ്ട്, അതിൻ്റെ ലുക്കായാലും മോഡലായാലും ഉള്ളിലത്തെ സെറ്റിങ്സ് എല്ലാം മാറ്റമുണ്ട്. ഒന്ന് കാണും പോലെയല്ല. ഈ ഒരു ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പോഷേൻ്റെ ചിഹ്നമാണിത്. ഈ ഒരു പണ്ടത്തെ മോഡൽ പോഷ്, പണ്ടത്തെയൊന്നും അറിയില്ല, ക്ലാസിക് കാർ എന്നാണ് കാണുന്നത്. ഈ ഒരു കാറിൻ്റെ എല്ലാം മോഡലും അതുപോലെ തന്നെ എനിക്ക് സീറ്റെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ ലുക്ക്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കാർ കണ്ട, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്, എനിക്കൊരു ആമ ഒരു കടന്ന പോലെ ഉണ്ട്. അതാ പറഞ്ഞത് ഓരോ വണ്ടിക്കും ഓരോ പ്രത്യേകത ഉണ്ടെന്ന്. അതുപോലെ തന്നെ വേറൊരു വണ്ടി കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് അത് വെള്ളത്തിലൂടെ പോകുന്ന വണ്ടിയാണ്. ആ ഒരു വണ്ടീൻ്റെ സെയിം കളർ കണ്ടിട്ടാണ് അവൻ പറയുന്നത്. കാണുന്നില്ലേ, ഇത് ചിത്രം കാണുന്നുണ്ട്, വെള്ളത്തിലൂടെ തന്നെ ഒരു കാറ് പോകുന്നത്. ആ ഒരു മോഡൽ തന്നെയാണ്, ബ്ലൂ കാർ എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എല്ലാന്നാണ് തോന്നുന്നത്. പിന്നെ മാത്രമല്ല നമ്മളിവിടെ വന്നത് 12:30 മണിക്കാണ്. അന്നേരം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു അത്ര കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉള്ളിൽ നല്ലോണം കാറുകൾ കാണാനുണ്ട്, ഓരോ മോഡലും. പ്രത്യേകിച്ച് വണ്ടിപ്രാന്തുള്ളവർക്ക് എന്തായാലും കാണാൻ പറ്റിയൊരു സ്ഥലമാണിത്, വേസ്റ്റ് ആവില്ല. ഇതുപോലെ തന്നെ ദുബായിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറേ ആയി പറഞ്ഞ് നമുക്ക് ക്ലാസിക് കാർ കാണാൻ പോകാമെന്ന്, പക്ഷേ നമ്മൾ ഇവിടെ എത്തിയിട്ടില്ലേനു. പിന്നെ അത് മാത്രമല്ല ഇപ്പം എനിക്ക് വണ്ടികളോടെല്ലാം നല്ല ഇഷ്ടമുണ്ട്. കാരണം ഇപ്പം ഞാൻ വണ്ടി എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ വണ്ടികൾ കാണുമ്പോഴും അതേത് മോഡലാണ് അങ്ങനെയെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വണ്ടികളെ മോഡലും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. വേറൊരു വണ്ടി എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് ഈ ഒരു അടിപൊളി ഒരു വെറൈറ്റി കാറാണ്, ബ്ലൂ കളറും വൈറ്റും മിക്സ് ആയിട്ടുള്ളത്. ഇതിൻ്റെ നടുവിൽ ഒരു ഹോള് കാണുന്നില്ലേ, എനിക്ക് പെട്ടെന്ന് CID മൂസയിലെ ആ ഒരു സീനാണ് ഓർമ്മ വന്നത്. പക്ഷേ അതുപോലെയല്ല, ഭയങ്കര ഹൈപ്പുള്ള വണ്ടിയാണിത്. അത് മാത്രമല്ല ഭയങ്കര ഷൈനിങ് ഉള്ള കളറാണ്. ഓരോ വണ്ടിക്കും നല്ലൊരു അടിപൊളി കളറാണ് അവർ കൊടുത്തിട്ടുള്ളത്, ഒരു നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കളറാണ്. പിന്നെ ഈ ഒരു ഫുഡ് ട്രക്ക് എന്നുള്ള ഒരു സൈഡിൽ 4 വണ്ടി കാണുന്നുണ്ട്, സൈക്കിള് മോഡൽ, ടയറും പിന്നെ രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢിയുള്ള ഒരു വണ്ടി, തുറന്നിട്ട വണ്ടി. ഇത് പണ്ടത്തെ പ്രഭുക്കന്മാർ രാജാക്കന്മാരെല്ലാം പോകുന്ന തരത്തിലുള്ള വണ്ടിയാണ്. നല്ല സെറ്റപ്പാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ആ വണ്ടി. പിന്നെ ഓരോ വണ്ടീൻ്റെ എല്ലാം സൈഡിൽ അതിനെക്കുറിച്ചിട്ടെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇംഗ്ലീഷിൽ അത്ര ഞാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ട് എന്തായാലും പോവാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നത്. ഞാൻ 9 വർഷമായിട്ട് ഷാർജയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഷാർജയിൽ നിന്ന് ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ അജ്മാനിലെത്തിയപ്പോഴാണ് ഷാർജ
ഷാർജൻ്റെ വില മനസ്സിലായത്. ഷാർജയിൽ ഇത്രയും സ്ഥലങ്ങൾ കാണാനുണ്ട് എന്ന് മനസ്സിലായിട്ടുള്ളത്. ഇവിടുന്ന് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷേ കുറേ ടൈം നിന്നു. കാരണം വൈകുന്നേരം ആയിട്ടുണ്ട്, നമ്മൾ ഉച്ചയെല്ലാം കഴിഞ്ഞ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കുറേ ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും കാറുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാൻ. റേഞ്ചർ റോവറിൻ്റെ ഞാൻ രണ്ടാമത്തെ മോഡലാണ് കാറ് കാണുന്നത്. നേരത്തെ ഒരു ജീപ്പ് ടൈപ്പാണ്. പിന്നെ ഈ ഒരു ബൈക്ക് കണ്ട, ഇത് ബുള്ളറ്റ് പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ സൈഡ് സാധനങ്ങൾ കൊണ്ടുപോകാനാണോ അല്ലെ ആൾക്കാർക്ക് ഇരിക്കാനോ എന്ന് അറിയില്ല. അടുത്തത് ഒരു ഏഞ്ചലിൻ്റെ ചിഹ്നയിലുള്ള ഒരു സെലിബ്രിറ്റീസ് കാറാണെന്ന് തോന്നുന്നു. കാരണം നല്ല നീളയെല്ലാം കാണുന്നുണ്ട്. ഒരു ബ്ലാക്ക്, ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ടൈപ്പ് ഒരു കാറ് കാണുന്നുണ്ട്. നല്ലൊരു ലുക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ ഓരോ കാറുകളും കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ മൊത്തം നമ്പർ പ്ലേറ്റ്സ് ആണുള്ളത്. ഓരോ ഘട്ടത്തെ നമ്പർ പ്ലേറ്റ്സ് ആണ്. AD എന്നെല്ലാം കാണുന്നുണ്ട്. ദുബായ്, ഷാർജ, അജ്മാൻ, അങ്ങനെ ഓരോ ഏരിയയിലുള്ള നമ്പർ പ്ലേറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. അതും അതിലധികം ഫാൻസി നമ്പറാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇപ്പം ഫാൻസി നമ്പർ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അറബികളെല്ലാം വലിയ വലിയ ഷെയ്ക്കുമാരെല്ലാം വണ്ടികളാണ് നമ്മൾ കാണുന്നത്. ചിലപ്പം അവരുടെ എല്ലാം വണ്ടികളായിരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് പോന്നു. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്, വൈകുന്നേരം ആയിട്ടുണ്ട്. ഫേസ്ബുക്കിലൊരു റീൽ കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. ഇവിടെ ഡൈനാമൈറ്റ് ചാർക്കോളാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അടിയിൽ ഗ്രീൻ ചില്ലീൻ്റെ ഒരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മൊജിറ്റോ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്ലൂ കളർ മൊജിറ്റോ ആണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു മൊജിറ്റോ കഴിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ എത്തിയത് ഷാർജ അക്വേറിയത്തിലാണ്. അവിടുത്തെ തിരക്ക് കണ്ടിട്ട് തിരിച്ച് പോകണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലായി. പിന്നെ പെട്ടെന്ന് നമുക്ക് പാർക്കിങ് അവിടെ തന്നെ കിട്ടിയോണ്ട് നമ്മൾ കയറി. അമ്മാതിരി ക്യൂ ആയിരുന്നു. കാരണം ഇന്ന് ഫ്രീ ആണ്. ഡിസംബർ 2-നും 3-നും അവിടെ ഫ്രീ എൻട്രി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ 25 ദിറംസാണ് അഡൽസിന് കൊടുക്കേണ്ടത്. ചെറിയ മക്കൾസിന് 15 ദിറംസാണ്. പിന്നെ നമ്മൾ ഒരു 5-6 ആൾക്കാരിലുണ്ടാകുമ്പം 25 ദിറംസിനൊന്നും എന്തായാലും നമ്മളിവിടെ വരൂല. നമ്മളിങ്ങനെ അക്വേറിയൽ ഉണ്ട് എന്ന് പറയലാണ്ട് ഇങ്ങോട്ടൊന്നും വരൂല. ഇങ്ങനെയുള്ള ഓഫറിൽ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കെല്ലാം ഇവിടെയെല്ലാം വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സീ ഹോസ്, സ്റ്റാർ ഫിഷ്, പിന്നെ വേറെ പേരറിയാത്ത കുറേ മീനുകളെല്ലാം കണ്ടിട്ടുണ്ട്. ഒരു ലൈറ്റെല്ലാം ഒരു ബ്ലൂ കളർ കൊടുത്തിട്ട് നല്ലൊരു വേറൊരു ആംബിയൻസിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ മക്കൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവർക്കിങ്ങനെ ഈ ഫിഷിനെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മേലെയെല്ലാം ഗ്ലാസിൻ്റെ മേലെയെല്ലാം മീനുകൾ കാണുന്ന തരത്തിൽ അക്വേറിയം കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോരോ വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദുബായിലൊരു സൂ ഉണ്ടായിരുന്നു. 2 ദിറംസാളും. അത് പിന്നെ അവർ സഫാരിയിലേക്ക് മാറ്റിയെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ പോയിട്ടില്ല. പിന്നെ ദുബായ് മാള്, പിന്നെ ബർദുബയിലൊരു മ്യൂസിയം ഉണ്ട്. പിന്നെ പോകുന്ന സ്ഥലമാണ് അല്ലയിലെ മല കാണാൻ. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട് പോക്ക്. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നോക്കി അടുത്തുള്ള നോക്കി പോക്ക് തുടങ്ങിയത്. ഈ ഒരു ഫിഷ് കണ്ട വെറൈറ്റി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ തൊട്ട് മുന്നേ കാണിച്ചതും, അതും ഇതുവരെ കാണാത്തൊരു ഫിഷാണോ അല്ലെങ്കിൽ കടൽ ജീവിയാണോ എന്നറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഭയങ്കര ലോങ് ആയിട്ടുണ്ടത്. പിന്നെ ഓരോ മീനുകളും വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണുന്നില്ല, മാംഗ്രോവ് ട്രീസ് എന്നാണ് കാണുന്നത്. ഒരു മരങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു ലുക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഉള്ളത്. ഓരോ മരത്തിൻ്റെയും നടുവിൽ ഒരു അക്വേറിയം കൊടുത്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണുള്ളത്. ഇവിടെ വലിയൊരു ഞണ്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ലൈറ്റിൽ കാണാത്തതുകൊണ്ടാണ് വലിയൊരു ഞണ്ടിനെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, തൊട്ട് മുന്നേ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഓരോ സെക്ഷനും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. ഇത് ലാസ്റ്റ് സെക്ഷനാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അതിൻ്റെ ചിപ്പികളും അങ്ങനെയുള്ള ഒരു സെക്ഷൻ കാണുന്നുണ്ട്. അവിടുന്ന് എക്സിറ്റ് ആയി പിന്നെ നമ്മൾ കോഫി ഷോപ്പ്, അങ്ങനെ നമ്മൾ സ്നാക്സ് എല്ലാം കഴിക്കുന്ന ഒരു ഏരിയ കണ്ടു. പിന്നെ അവിടുന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പുറത്തെ ഭംഗി കണ്ടു. ഒരു ആകാശമെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. മഗ്‌രിബ് കഴിഞ്ഞിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട് ഇവിടെ. അന്നേരമാണ് പുറത്തെ പരിപാടികളെല്ലാം കാണുന്നത്. അവിടെ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. മീൻ പിടിക്കുന്ന വലകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ നേരെ നമ്മൾ പ്രോഗ്രാം കാണുന്ന സ്പോട്ടിലേക്ക് പോയി. ഇവിടെ അറബികളെ ഒരു പരമ്പരാഗതമായ ഡാൻസ് ഉണ്ട്. അവർ നല്ലൊരു അടക്കത്തോടെ നമ്മളുണ്ടാവില്ലേ, നല്ലൊരു അറ്റൻഷനായിട്ടാണ് അവർ കളിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഫുഡിൻ്റെ എല്ലാം സ്റ്റാളുണ്ട് ഇവിടെ. പാൻ കേക്ക് ഉണ്ട്, ലുക്കീമത്ത് ഉണ്ട്, ടൊർണോഡോ ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡെല്ലാം കണ്ട് നമ്മളിങ്ങ് പോന്നു. പിന്നെ നമ്മൾ വിചാരിക്കാണ്ട് എത്തിപ്പെട്ടത് മംസാറിലാണ്. ഇവിടെ അടിപൊളി ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ
ഇവിടുന്ന് നമ്മൾ ഈ ഒരു ലസാഗ്നാൻ്റെ ഒരു മോഡലുണ്ട്. ഈ ഒരു ഫുഡ് ചീസെല്ലാം ഇട്ടിട്ടുള്ളതാണ്, ചീസും ചിക്കനെല്ലാം ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 25 ദിറംസോ 26 ദിറംസായിട്ട് ആയത്. നമുക്ക് എല്ലാവർക്കും മതിയാവോളം കഴിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത് വന്നു. മംസാറിലെ KMCCൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. തെബ്സിയെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപാടി കാണുന്നതിന് മുന്നേ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ എത്തിയത്. അപ്പം പാർക്കിംഗ് എല്ലാം ചെയ്ത് പിന്നെ ഫുള്ള് ഇവിടെ സ്റ്റാളുകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പരിപാടിയെക്കാട്ടും മുന്നേ നമുക്ക് കുറേ സ്റ്റാളുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഫുഡിൻ്റെതും ജ്വല്ലറീൻ്റെതും അതുപോലെ തന്നെ ഡ്രിങ്ക്സിൻ്റെ, കാർഗോ, അങ്ങനെ കുറേ സ്റ്റാളുകൾ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു സോഡ കിട്ടിയിട്ടുണ്ട്, പിന്നെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. നെല്ലറേൻ്റെ തബ്സീൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. സിതാര വന്നിട്ടുണ്ട്, കണ്ണൂർ ഷെരീഫ് വന്നിട്ടുണ്ട്. ഇവിടെ ബേക്കിൽ തേരാപ്പാര നിന്നുകൊണ്ട് മക്കൾക്ക് മുട്ടായും അതുപോലെ തന്നെ വെള്ളമെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. മുന്നിൽ നിന്നിട്ട് തബ്സീൻ്റെ പരിപാടി കാണാൻ പറ്റി. അത് കഴിഞ്ഞ ഉടനെ നമ്മളിങ്ങനെ പോന്നു. ഫുള്ള് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നേരെ ലേറ്റായി, നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാഷണൽ ഡേ ഫുള്ളായിട്ട് പുറത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫ്രീ ആയിട്ട് തന്നെ പരിപാടി കണ്ടു. നാഷണൽ ഡേ ആയതുകൊണ്ട് വണ്ടിക്കാർക്കെല്ലാം ചെറുതായിട്ട് പണിയിട്ടുണ്ടാവും. ഈ സ്പ്രേ അടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. നമുക്കും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും.